ദൂരത്തും ചാരത്തും വീതികളിലും ഭവനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. ലോകരക്ഷിതാവായ രക്ഷിതാവായ മാനവകുലത്തെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷത്തിന്റെ കേൾവിക്കായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പാപിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട പദ്ധതിയാണ് സുവിശേഷം. മനുഷ്യന്റെ പദ്ധതികൾക്കോ മനുഷ്യൻ നിർമ്മിതമായ മതങ്ങൾക്കോ മനുഷ്യൻ കണ്ടെത്തിയ ആചാര അനുഷ്ഠാന പാരമ്പര്യങ്ങൾക്കോ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയില്ല. പാപത്തിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധിയിൽ ജീവിക്കണമെന്നും സമാധാനത്തോടെ ജീവിക്കണമെന്നും ഒക്കെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചുറ്റിലുമൊക്കെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മദ്യപാനം തകർത്ത് കളഞ്ഞ ഒരുപാട് കുടുംബങ്ങളെ നമ്മുടെ ചുറ്റിലും കാണും. മദ്യപിച്ച് കുഞ്ഞുങ്ങളുടെ പഠിത്തം നഷ്ടപ്പെടുത്തി, കുഞ്ഞുങ്ങളെ കെട്ടിച്ചുവിടാൻ കഴിയാതെ, നല്ലൊരു ഭവനം വെക്കാൻ കഴിയാതെ, നല്ലൊരു ആഹാരം കഴിക്കാൻ കഴിയാതെ തകർന്നുപോയ എത്രയോ കുടുംബങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, മദ്യം മയക്കുമരുന്ന് ഒടുവിൽ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലും. പണ്ട് പ്രായമുള്ളവരൊക്കെയാണ് മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇത്തരത്തിലുള്ള മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നു. പണ്ട് ചാരായോ കള്ളോ ഒക്കെ ഉപയോഗിച്ചിരുന്ന സന്ദർഭങ്ങളിൽ മാറി ഇന്ന് LSD സ്റ്റാമ്പും അല്ലെങ്കിൽ MDMA ഒക്കെ പോലെയുള്ള മാരകമായ രാസലഹരികൾ ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു. ഇത് ഏതെങ്കിലും പട്ടണ പ്രദേശങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ സുപരിചിതമായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, മനുഷ്യന്റെ ക്രിമിനൽ വാസനകളൊക്കെ മറ്റൊരു കാലത്തുമില്ലാത്തതുപോലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പീഡനങ്ങളുടെ വാർത്തകളില്ലാത്ത ഒരു ദിവസത്തെ പത്രം പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും കൊച്ചു കുഞ്ഞുങ്ങൾ, 3 വയസ്സ് 2 വയസ്സ് 5 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത ഏറെ കുഞ്ഞുങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത് തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ കൊണ്ടാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മനുഷ്യ ബന്ധങ്ങൾക്കൊന്നും വിലയില്ല. വിവാഹ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകുന്നു. കുടുംബ കോടതികൾ കൂടെ പുതിയ കുടുംബ കോടതികൾ ആരംഭിക്കുന്നുവെങ്കിലും നൂറുകണക്കിന് കേസുകൾ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നു. ആർക്കും ആരെയും അംഗീകരിക്കാൻ കഴിയില്ല, ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല. പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ കഴിയണമെന്ന് മനുഷ്യൻ ആഗ്രഹമുണ്ടെങ്കിലും മനുഷ്യൻ ശ്രമിച്ചിട്ട് അത് കഴിയുന്നില്ല. കൂട്ടമായി കൊലപാതകങ്ങൾ, കൂട്ടമായ ആത്മഹത്യകൾ, മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ മനുഷ്യനെ റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഈ നാളുകളിൽ നമ്മുടെ നാട്ടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പനെയോ അമ്മയൊക്കെ കൊന്നുകളയാൻ മടിയില്ലാത്ത മക്കളും, അപ്പനെ അമ്മയൊക്കെ ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരും, കൊച്ചു കുഞ്ഞുങ്ങൾ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളയാൻ മടിയില്ലാത്ത അമ്മമാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അവന്റെ അകത്ത് നിൽക്കുന്ന പാപമാണ്. പാപം അവന്റെ ജീവിതത്തിൽ പിടിമുറുക്കി നിൽക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നത് സകല മനുഷ്യനും പാപികളാണ്. അത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരോ ജാതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊലിയുടെ നിറം അനുസരിച്ചോ ഒന്നുമല്ല, സകല മനുഷ്യനും പാപിയാണ്. വേദപുസ്തകം പറയുന്നു, നീതിമാനായി ഒരുവൻ പോലും, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അങ്ങനെ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തോടുള്ള തന്റെ ബന്ധം നഷ്ടപ്പെടുത്തി. അങ്ങനെ ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും, ഏത് ജാതി മത വർഗ വ്യത്യാസമില്ലാത്ത ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നവരാണ്. പാപത്തോടെ ജനിക്കുന്ന മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ല. കാരണം ദൈവം പരിശുദ്ധനാണ്, ദൈവം പരമപരിശുദ്ധനാണ്, തേജസ്വരൂപിയാണ്, സകലത്തിന്റെയും സൃഷ്ടാവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, സകലത്തിന്റെ പേരും അധികാരമുള്ളവനാണ്. ഈ ദൈവം പരിശുദ്ധനാകയാൽ പാപിയായ മനുഷ്യനുമായി ദൈവത്തിന് ബന്ധമില്ല.
പാപിയായ മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെടാൻ അവൻ കണ്ടെത്തുന്ന ഒരു മാർഗങ്ങളോ കർമ്മങ്ങളോ യാഗങ്ങളോ കൊണ്ട് അവന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയും. അങ്ങനെ ദൈവത്തോട് മനുഷ്യനെ ബന്ധപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണ് സുവിശേഷം. ഇത് മനുഷ്യനിർമ്മിതമായ ഒരു മാർഗമല്ല, മനുഷ്യന്റെ പദ്ധതിയുമല്ല. സ്വർഗത്തിലെ ദൈവം കണ്ടെത്തിയ പദ്ധതിയാണ് സുവിശേഷം. സുവിശേഷം അത് യേശുക്രിസ്തുവാണ്. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു. പാവമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാവം അറിഞ്ഞിട്ടില്ലാത്ത, പാവത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത പരമപരിശുദ്ധനായ യേശുക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നു. പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന, പാപത്തിന്റെ അഗാധ കൂപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവം ഒരുക്കി. യേശുക്രിസ്തു എന്ന ദൈവവും മനുഷ്യനുമായ യേശുവിന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ദൈവം ചുമത്തി. കാരണം പാപത്തിന്റെ ശിക്ഷ മരണമാണ്. പാപം മുഖാന്തരമാണ് മരണം ഭൂമിയിൽ പ്രവേശിച്ചത്. പാപത്തിന്റെ പരിണിതഫലം അത് മരണമാണ്. ആ മരണത്തിലൂടെ കടന്നുപോയെങ്കിലേ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയും. അത് പാപിയായ ഒരു മനുഷ്യൻ ഭരിച്ചാൽ പാപത്തിന് പരിഹാരം ഉണ്ടാകില്ല. അതുകൊണ്ട് പാപമില്ലാത്തവൻ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ മരണത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മരണമില്ലാത്ത ദൈവം മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് സുവിശേഷം. യേശു ഭൂമിയിൽ വന്നത് എന്റെയും നിങ്ങളുടെയും ലോകത്തിൽ നിന്നയോളം ജനിച്ചിട്ടുള്ള ഇനി ജനിക്കാനുള്ള സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിക്കാനാണ്. യേശു മാനവകുലത്തിന്റെ മുഴുവൻ പാവവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ മലമുകളിൽ യേശു ക്രിസ്തു യാഗമായി മാറി. യേശുവിന്റെ മരണം ഒരു കൊലപാതകമോ സ്വാഭാവിക മരണമോ ആത്മഹത്യയൊന്നുമല്ല, മറിച്ച് യേശുവിന്റെ മരണം അതൊരു അകൃത്യയാഗമായിരുന്നു. അധർമ്മത്തിനകത്ത്, അകൃത്യത്തിനകത്ത്, പാപത്തിനകത്ത് വീട് കിടക്കുന്ന മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മാനവകുലത്തിന് പകരക്കാരനായി യാഗമായി തീർന്ന അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. എന്നാ മനുഷ്യന്റെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തി ആ പാപവുമായി യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു യാഗമായി തീർന്നത് ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട പദ്ധതിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ പാപത്തിലെ പരിഹാരം വന്നിരിക്കുന്നു. മറ്റൊരു മാർഗവും ലോകത്തിലില്ല പാപപരിഹാരം. തീർത്ഥാടനം നടത്തിയതുകൊണ്ടോ, മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ പൂമാലയിട്ടത് കൊണ്ടോ, നോമ്പനുഷ്ഠിച്ചത് കൊണ്ടോ, അത്തരത്തിലുള്ള ഏതെങ്കിലും മതപരമായ കർമ്മങ്ങളോ ദാനധർമ്മങ്ങളോ ഒന്നും നടത്തിയത് കൊണ്ട് ആരുടെയും പാപത്തിന് പരിഹാരം വരില്ല. പാപത്തിന് പരിഹാരം വരുത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളായിരുന്നു. അത് പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി യാഗമായി തീരണം. ഊനമില്ലാത്ത കുഞ്ഞാടായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗത്തിലൂടെയാണ് പാപപരിഹാരം സാധിച്ചത്. അതുകൊണ്ട് ഇനി പാപപരിഹാരത്തിന് വേണ്ടി കർമ്മങ്ങളുടെ പുറകെ നടക്കരുത്, പാരമ്പര്യങ്ങളുടെ പുറകെ നടക്കരുത്, വ്യർത്ഥമായ ആചാരങ്ങളുടെ പുറകെ നടക്കരുത്. ഒറ്റ മാർഗമേ ഉള്ളൂ. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് ഞാൻ പാപിയാണ്, യേശുവേ അവിടുന്ന് എനിക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ മരിച്ചു, അവിടുന്ന് എന്റെ പാപത്തിന് പരിഹാരം ചെയ്തുവെന്ന ആര് ഹൃദയത്തിൽ വിശ്വസിച്ച യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുവോ അവർക്ക് പാപപരിഹാരം സൗജന്യമായി ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന തിരുവചനം പറയുന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര കടുംചുവപ്പേറിയ പാപം! വീട്ടുകാർ ക്ഷമിക്കാത്ത, നാട്ടുകാർ ക്ഷമിക്കാത്ത, കോടതികൾ ക്ഷമിക്കാത്ത, പോലീസ് സ്റ്റേഷനുകൾ ക്ഷമിക്കാത്ത, ന്യായ സംഹിതകൾ ക്ഷമിച്ചു തരാത്ത എത്ര കടുത്ത പാപത്തെയും വെൺമഞ്ഞ് പോലെ വെളുപ്പിച്ച പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷമാണ്. ഇനി മനുഷ്യന് പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടുന്ന കാര്യങ്ങൾ, മനുഷ്യൻ ഇനി പാപത്തിന്റെ കുറ്റബോധത്തിനകത്ത് കഴിയേണ്ടുന്ന
പേടിക്കേണ്ട കാര്യമില്ല. പാപത്തിന് താങ്കളെ സ്വതന്ത്രമാക്കാൻ യേശു മരിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. ഇതിന് പണം കൊടുക്കണ്ട. ഇതിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ചെലവുള്ള കാര്യമല്ല. അതിന് തീർത്ഥാടനം നടത്തണ്ട. ദൂരെയുള്ള ഏതെങ്കിലും മലമുകളിലേക്ക് കയറി പോകണ്ട. ഒറ്റ കാര്യം, ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ പാപിയാണ് യേശുവേ, നീ എന്റെ ജീവിതത്തിലേക്ക് വരേണമേ എന്ന് യേശുവിനോടൊന്ന് പറഞ്ഞാൽ യേശു തങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. യേശു താങ്കൾക്ക് പാപമോചനം തരും. കാരണം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവാണ് താങ്കളുടെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചത്. യേശു മാത്രമാണ് താങ്കളുടെ പാപപരിഹാരത്തിനായി മരിച്ചത്. യേശുവിന്റെ അമ്മയോ യേശുവിന്റെ വളർത്തച്ഛനായ യോസഫോ അനേക വിശുദ്ധന്മാരോ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരോ അപ്പോസ്തലന്മാരോ അവരാരും താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചിട്ടില്ല. താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ച ഏക വ്യക്തി യേശു ക്രിസ്തുവാകയാൽ ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയും ഞങ്ങൾ വർഷങ്ങളായി ജനിച്ചത് ക്രൈസ്തവ കുടുംബത്തിലാണ്, അല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് പറയും. പക്ഷേ അതുകൊണ്ടൊന്നും പാപമോചനം ലഭിക്കില്ല. പാപമോചനം വിശ്വാസത്താലാണ്. ഇത് കർമ്മമാർഗമല്ല, ജ്ഞാനമാർഗമല്ല, ഭക്തിമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം. വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏവർക്കും സൗജന്യമായി ദൈവത്തിന്റെ മകനും മകളുമായി മാറാം. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും ക്രൈസ്തവ സഭയുടെ അംഗങ്ങളായി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേക സംഘടനകളുടെ അംഗങ്ങളായി കാണും. എന്നാൽ ഇന്ന് പകരം ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനും മകളുമായി ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളായി മാറുവാൻ ഒരു മാർഗമേ ഉള്ളൂ. ക്രിസ്തുവിൽ വിശ്വസിക്കുക. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരോട് മാത്രമേ താങ്കൾക്ക് ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ കഴിയൂ. ദൈവം എല്ലാവരുടെയും സൃഷ്ടാവാണ്. ഇവിടെയുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എന്നാൽ ദൈവത്തിന്റെ മകനും മകളുമായി മാറുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവം നൽകുന്ന അനുഭവമാണ് നിത്യജീവൻ. അത് മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോ വിശ്വാസത്താൽ നിങ്ങൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോ നിങ്ങളുടെ അകത്തേക്ക് യേശുവിന്റെ ജീവൻ വന്ന് വെളിപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെയും മരണത്തെയും യേശു ഏറ്റെടുത്തിട്ട് യേശു തന്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് പകരുകയാണ്. ആ നിത്യജീവൻ നിങ്ങളുടെ അകത്ത് വരും. നിത്യജീവൻ നമ്മുടെ അകത്ത് വരുമ്പോ നമുക്ക് ദൈവത്തോടൊപ്പം നിത്യമായ സമാധാനത്തോടൊപ്പം ജീവിക്കാൻ കഴിയും. ഇത് മരിച്ചതിന് ശേഷം ലഭിക്കുന്നതല്ല. മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന കർമ്മങ്ങൾ കൊണ്ട് ലഭിക്കില്ല. ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്താലും ലഭിക്കില്ല. വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിൽ ജീവനോടിരിക്കുമ്പോ അതാണ് രക്ഷാദിവസം. മരണശേഷം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. മരണം കൊണ്ട് മനുഷ്യന്റെ വിധി നിർണയിക്കപ്പെട്ടു. അതിനുശേഷം ഒരു മനുഷ്യരും സ്വർഗത്തിലോ നരകത്തിലോ പോകാനുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് മരണശേഷം എവിടെ എത്തിച്ചേരാമെന്നുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. ആ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന സമയം ഇപ്പോഴാകുന്നു. ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുക്കണം. മരണശേഷം എവിടെ പോകണമെന്നുള്ളത്, നിത്യമായ സ്വർഗത്തിൽ പോകണോ നിത്യമായ നരകത്തിൽ പോകണോ എന്നുള്ളതൊക്കെ ഇപ്പോ തീരുമാനിക്കണം. ഇപ്പോ അത് തീരുമാനിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ യേശു ക്രിസ്തുവിനുള്ള രക്ഷ സ്വന്തമാക്കണം. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോരുന്നത് ദൈവം ആഗ്രഹിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് യേശുവിനെ ദൈവം ലോകത്തിന് നൽകുവാനിടയായി. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും ഈ രക്ഷയെ സ്വീകരിക്കണം. എല്ലാവരും നിത്യതയിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുക്കോണിൽ നിന്ന് ഇത് വിളിച്ചു പറയുന്നത്. ഒരിക്കൽ മാനവകുലത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു.
മരിച്ച യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ്. ജീവനുള്ള യേശുവിനെയാണ് ഞങ്ങളിവിടെ ഉയർത്തുന്നത്. മരിച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു യേശുവിനെയല്ല, ജീവനുള്ള യേശുവിനെ. അതുകൊണ്ട് താങ്കളുടെ ജീവിതത്തിലെ പ്രശ്നം എന്തുമാകട്ടെ, അത് രോഗമാകട്ടെ, തകർച്ചകളാകട്ടെ, മദ്യപാനമോ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകളോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക തകർച്ചകളോ എന്തുമാകട്ടെ, സകല വിഷയത്തിലും ജീവിതത്തിലേക്ക് കടന്നു വന്ന് പരിഹാരം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് യേശു. നിങ്ങൾ യേശുവിനോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് യേശു ഇറങ്ങി വരും. യേശു നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാനിടയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നുപോയ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ പുതുക്കിപ്പണിഞ്ഞ നിങ്ങൾക്ക് നിത്യമായ സമാധാനം നൽകും. സകല ബുദ്ധിയേയും ദൈവിക സമാധാനം നിങ്ങളുടെ അകത്ത് പകരുവാൻ യേശുവിന് കഴിയും. അത് യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഒരു സംഘടനയ്ക്കോ മതത്തിനോ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ കഴിയില്ല, യേശുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾ യേശുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ഒരിക്കൽ പാപത്തിന് പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയ യേശു വരാൻ സമയമായി. വീണ്ടും വരുമെന്ന യേശു പറഞ്ഞിട്ട് പോയത്. യേശു വരാൻ സമയമായി. യേശു എന്തിനാ വരുന്നതെന്ന് അറിയാമോ? ഇവിടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന രക്ഷിക്കപ്പെട്ട തന്റെ ജനത്തെ നിത്യതയിൽ ചേർത്ത് അവർക്ക് നിത്യമായ സമാധാനവും നിത്യമായ അവകാശവും കൊടുക്കുവാൻ യേശുവിലേക്ക് വരുന്നു. എന്നാൽ ഈ സുവിശേഷം കേട്ടിട്ടും ഇതിനെ തള്ളിക്കളഞ്ഞ് വീണ്ടും പാപത്തിന്റെ പ്രവൃത്തികളിൽ ജീവിക്കുന്ന മനുഷ്യന് നിത്യമായ ന്യായവിധി, നിത്യമായ നരകം, കെടാത്ത തീ, ചാകാത്ത പുഴുക്കളുടെ നടുവിലേക്ക് അവരെ തള്ളിയിടാൻ കൂടിയാണ് യേശു വരുന്നതെന്ന് മറന്നുപോകരുത്. ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. സകല അഹങ്കാരികളും ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകുന്ന ദിവസം വരാൻ പോകുന്നു. അതിനു മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ കൃപയുടെ സുവിശേഷത്തിന് നിങ്ങളെ തന്നെ സമർപ്പിച്ച് ക്രിസ്തുവിനോടുള്ള രക്ഷ സ്വന്തമാക്കി നിത്യത അവകാശമാക്കി ജീവിക്കുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.